ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും, എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്ന സമയം. ഒരുപാട് ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കാത്ത സമയം. ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പുറമെ ചിരിക്കുന്ന സമയം. അത്തരം ഒരു സമയത്താണ് നമ്മൾ ദൈവത്തെ കൂടുതൽ തേടുന്നത്. കാരണം മനുഷ്യർ കൈവിടുമ്പോഴും ദൈവം ഒരിക്കലും കൈവിടില്ല. നമസ്കാരം, മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ തുടൂറിയല്ല, ഇതൊരു ദൈവ സന്ദേശ തിരഞ്ഞെടുപ്പാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് ശക്തികളുണ്ട്. ഒന്ന്, വിഘ്നങ്ങൾ നീക്കുന്ന സാക്ഷാൽ ഗണപതി ഭഗവാൻ. രണ്ട്, ശക്തിയും വിജയവും നൽകുന്ന സാക്ഷാൽ മുരുക ഭഗവാൻ. ഈ രണ്ട് ദൈവ ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണ് ഏത് ചിത്രത്തിലേക്കാണോ പോയത് അത് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്നതല്ല, ദൈവം തന്നെയാണ് നമ്മളെ ഒരു ചിത്രത്തിലേക്ക് നയിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം മനസ്സിൽ ചിന്തിക്കുക. ഇപ്പോൾ പതിയെ കണ്ണുകൾ തുറന്ന് ഗണപതി ഭഗവാനെയോ മുരുക ഭഗവാനെയോ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ, ഭാഗ്യം, സാമ്പത്തിക ഉയർച്ച, ബന്ധങ്ങൾ, ദൈവാനുഗ്രഹം ഇതെല്ലാം തുറന്നു പറയുന്നതാണ്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ധാരാളം സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അത് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആകാം, അതല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും ആകാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇനി വരും ദിവസങ്ങളിൽ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ അതിലൊരു ആശ്വാസം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഈ ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കുന്നതാകുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കൂടാതെ ക്ഷേത്രങ്ങളിലേക്ക് ചില വഴിപാടുകൾ, നിങ്ങളാൽ കഴിയുന്ന ചില വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ഗുണകരമായിരിക്കും എന്നുള്ള കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പ്രധാനമായും നിങ്ങൾക്ക് നാളികേരം ഉടയ്ക്കാം, അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്താം, കൂടുതൽ ഫലം ലഭിക്കും. അല്ലെങ്കിൽ മോദകം, കർഗമാല സമർപ്പിക്കുക. പ്രത്യേകിച്ച് ജന്മനക്ഷത്ര ദിവസം ഇത് ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും നിങ്ങൾക്ക്. ഇനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ കുടുംബത്തിന് മുഴുവൻ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ പോകുന്നതും വളരെ ഉത്തമമായിരിക്കും. അവിടെ കഴിപ്പിക്കുന്ന വഴിപാടിന്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും നൽകുന്നതും ഏറെ ഉത്തമമാണ് എന്നുള്ള കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും നാൾ ജീവിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം പാഠങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. കൂടാതെ പല വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല ആളുകളെയും അല്ലെങ്കിൽ പല ആളുകളോടും ഇടപഴകേണ്ടി വന്നിട്ടുമുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു. എന്നാൽ ചിലരെയെങ്കിലും നിങ്ങളെ വളരെയധികം അപമാനിച്ചിട്ടുള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളതായിട്ടും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ചതികളിൽ നിന്നും ഇനി മുതൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് അത്തരം ചതികളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ പറ്റുന്നതാണ്. അല്ല എങ്കിൽ അത്തരത്തിലുള്ള ചതിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ വലിയ നഷ്ടങ്ങൾ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവായി കിട്ടും. എടുത്തു പറയുവാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി ചെയ്യുവാൻ സാധിക്കുന്നു.
എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതായത് പലരും മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചെയ്തു തീർക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളോട് പലർക്കും അസൂയയുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. ജോലി സ്ഥലങ്ങളിലായാലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാലയങ്ങളിൽ ആയാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടും ഈ രീതിയിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ ഇനി വരും നാളുകളിൽ സംഭവിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങൾ പ്രധാനമായും ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറെ ഗുണകരമായി തീരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മുരുകസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുരുക ഭഗവാന്റെ കടാക്ഷം വർദ്ധിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ആദ്യം തന്നെ കാണുവാൻ കഴിയുന്നതായ ഫലം. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല കാലം തന്നെയാണ് വന്നു ചേരുവാൻ പോകുന്നത്. അതായത് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ധനപരമായ ഉയർച്ച, സാമ്പത്തിക ഉന്നതി എന്നിവ ഉണ്ടാകുന്നതാണ്. അതായത് മുരുക ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു എന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ചില തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ തൊഴിലവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിദേശയാത്രക്ക് പോലും അനുകൂലമായ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില യാത്രകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ചില യാത്രകൾ പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഇപ്പോൾ നിലനിൽക്കുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില തർക്കങ്ങൾ പരിഹരിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം പ്രധാനമായും കഴിയുന്നതാണ്. പലപ്പോഴും ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും പരിഹരിച്ച് വരുന്ന സമയത്ത് ജീവിക്കാൻ പോലും മറന്നു പോകുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ്. ജീവിതത്തെ ധാരാളം ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആസ്വദിക്കുവാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇനി വരും നാളുകളിൽ ജീവിതം എന്താണെന്നും ജീവിതത്തെ എങ്ങനെ ആസ്വദിക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതായത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം ഇനി നിങ്ങളിലേക്ക് കൈവരുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സാഹചര്യം ഉടനെ ഉണ്ടാകുന്നതാണ്. അതായത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ലഭിക്കാതിരുന്നത് ഇനി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ ഇവിടെ പറയാവുന്നതാണ്. നിങ്ങൾ ഇനി പ്രധാനമായും ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ മുരുകക്ഷേത്ര ദർശനം നടത്തുക, കൂടാതെ പാലഭിഷേകം നടത്തുക, ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹത്തിനായിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും കൂടാതെ കാര്യവിജയങ്ങൾ പോലും ജീവിതത്തിൽ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ജീവിതത്തിന്റെ ഉയർച്ച തന്നെ നിങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ പുരോഗതിയും നിങ്ങളിലൂടെ നടക്കും എന്നതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നത് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സഹായം ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ സാമൂഹ്യപരമായ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടുവാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ മറ്റുള്ളവർ പരിഹരിച്ചു തരുന്നതിനും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തുകൊണ്ട്, കൂടാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളെ കണ്ടെത്തുവാനും അവരെ സഹായിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നും വരാം.
നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഉടൻ തന്നെ മാറും എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തീർച്ചയായും എല്ലാവരും സന്തോഷപൂർവ്വം ഇരിക്കുവാൻ അല്ലെങ്കിൽ സന്തോഷപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മുരുകസ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.